അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലന്തൂർ. നിലമ്പൂരിൽ UDF LDF ഡീൽ എന്ന് NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട്. പ്രചരണത്തിനിടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഡീൽ ഉണ്ടെന്നും നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നതിനാണ് അപ്രസക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാലാവസ്ഥയുടെ ചൂട് മാത്രമല്ല, തെരഞ്ഞെടുപ്പും വളരെ കുറച്ചു ദിവസമായതുകൊണ്ട് നല്ല ചൂടിലാണ്. മാത്രമല്ല, നിലമ്പൂരിനെ സംബന്ധിച്ച് സമയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അഡ്രസ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കാർഷിക മേഖലയിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നിലമ്പൂര് നിർദ്ദിഷ്ട ബൈപ്പാസിന്റെ അടുത്താണ്. എനിക്ക് തോന്നുന്നു ഒരു 40 വർഷം മുമ്പ് തുടങ്ങിയ ബൈപ്പാസ് തുടങ്ങിയിടത്ത് തന്നെ അവസാനിക്കുക. അതിൽ കൂടി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത, ഇതുവരെയും അത് പ്രാബല്യത്തിൽ വരുത്താത്ത ഒരവസ്ഥാവിശേഷമുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ നിലമ്പൂരിന്റെ നഗരത്തിന്റെ വികസനത്തില് ആ റോഡിന്റെ സ്ഥിതി വളരെ പരിതാപകരമായി കിടക്കാം. എനിക്ക് തോന്നുന്നു 2015 ഊരാളുങ്കലിന് കരാറ് കൊടുത്ത റോഡിന്റെ നിർമ്മാണം ഈ കാലം അത്രയുമായിട്ട് 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു സിറ്റിയില്, പാരമ്പര്യമുള്ള ഈ നിലമ്പൂരില് ഒരു വികസനവും എത്തിക്കാന് 2 മുന്നണികൾക്കും സാധിച്ചില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ വികസന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ ഒരു സമിതി ആ വിഷയത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ച് അതുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. നിരവധി പ്രശ്നങ്ങൾ നിലമ്പൂരിലുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂര് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു കാർഡിയാക് യൂണിറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ നാളുകളായിട്ട് നമ്മളെ മുറവിളിക്ക് ഒരു അനക്കം പോലും മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിച്ചില്ല. ആരോഗ്യ മേഖലയിൽ വലിയ പ്രയാസം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ 2 മുന്നണികളെയും മാറ്റി വെച്ചുകൊണ്ട് ഒരു പുതിയ പരീക്ഷണത്തിന് നിലമ്പൂരിലെ ജനത തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുരാൻ കാലങ്ങളോളം നിലമ്പൂരിന്റെ MLA ആയിരുന്ന ശ്രീമാൻ ആര്യാടന്റെ കാലഘട്ടത്തിന് ശേഷം ഞങ്ങൾ വലിയ വിപ്ലവം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 10 വർഷക്കാലം MLA ആയിരുന്ന ഇടതുപക്ഷത്തിന് ഇവിടെ യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടുത്തെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അവർ തീർച്ചയായും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. LDFും UDFും മാറി മാറി ജയിച്ചിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും നിലമ്പൂർ വുഡ് കോംപ്ലക്സ് അടച്ചുപൂട്ടിയത് ഇവരുടെ കഴിവുകേട് കൊണ്ടാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ മുൻഗണന നൽകുമെന്നും ഗിരീഷ് മേക്കാട്ട് പറഞ്ഞു. 21 ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അജി തോമസ്, മുതിർന്ന നേതാവ് K പ്രഭാകരൻ, മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.